സുപ്രഭാതം പത്രത്തിന്റെ ഗൾഫ് എഡിഷൻ ഉദ്ഘാടനത്തിൽ നിന്ന് ലീഗ് വിട്ടുനിൽക്കും. സാദിഖ് അലി തങ്ങളും പി.കെ. കുഞ്ഞാലിക്കുട്ടിയും ഉൾപ്പെടെയുള്ള മുസ്ലിം ലീഗ് നേതാക്കളാണ് വിട്ടുനിൽക്കുക. സ്വാലിഹ് ചേരുന്നു. സ്വാലിഹ്, തെരഞ്ഞെടുപ്പിന് തുടങ്ങിയതാണ് സുപ്രഭാതവും ലീഗും തമ്മിലുള്ള പോര്. അതിപ്പോൾ വീണ്ടും തുടരുകയാണല്ലേ? തീർച്ചയായും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മുഖപത്രമായ സുപ്രഭാതത്തിന്റെ 8ാമത് എഡിഷനാണ് ഗൾഫിൽ തുടങ്ങുന്നത്. നാളെ വൈകുന്നേരത്താണ് പരിപാടി ക്രമീകരിച്ചിരിക്കുന്നത്. ഉദ്ഘാടകനായി നിശ്ചയിച്ചിരിക്കുന്നത് മുസ്ലിം ലീഗിന്റെ അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളെയാണ്. ഒപ്പം വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട്. കോൺഗ്രസിന്റെ പ്രതിനിധികളുണ്ട്. മന്ത്രി മുഹമ്മദ് റിയാസിന് ഈ വേദിയിലേക്ക് ക്ഷണമുണ്ട്. അതോടൊപ്പം തന്നെ പി.കെ. കുഞ്ഞാലിക്കുട്ടി, ഇ.ടി. മുഹമ്മദ് ബഷീർ, എം.കെ. മുനീർ തുടങ്ങി മുസ്ലിം ലീഗിലെ മുതിർന്ന നേതാക്കൾക്കെല്ലാം തന്നെ ഈ വേദിയിലേക്ക് ക്ഷണമുണ്ട്. എന്നാൽ പരിപാടിയിൽ നിന്ന് മുസ്ലിം ലീഗ് വിട്ടുനിൽക്കുകയാണ്. മുസ്ലിം ലീഗിന്റെ നേരത്തെ നിശ്ചയിച്ചിരുന്ന കോഴിക്കോട്ടെ സംസ്ഥാന കമ്മിറ്റി യോഗമുള്ളതിനാലാണ് വിട്ടുനിൽക്കുന്നതെന്നാണ് ഇപ്പോൾ വിശദീകരിക്കുന്നത്. അതേസമയം മുസ്ലിം ലീഗിനോട് വളരെ അടുപ്പമുള്ള സുപ്രഭാതം പരസ്യം നൽകിയതിലെല്ലാം വലിയ വിമർശനം പിന്നീട് ഉന്നയിച്ച പബ്ലിഷർ ബഹാവുദ്ദീൻ നദ്വി കൂരിയാട്, സമസ്തയുടെ വൈസ് പ്രസിഡന്റ് കൂടിയാണ്, അദ്ദേഹവും ഈ പരിപാടിയിൽ നിന്ന് വിട്ടുനിൽക്കുമെന്നാണ് അറിയുന്നത്. തെരഞ്ഞെടുപ്പ് കാലത്ത് സുപ്രഭാതം ഈ ഇടതുമുന്നണിയുടെ പരസ്യം നൽകിയതും അതോടൊപ്പം തന്നെ ഇടതുമുന്നണി വേദികളിൽ സമസ്ത നേതാക്കൾ പങ്കെടുത്തതുമെല്ലാം ഇരു വിഭാഗങ്ങളും തമ്മിലുള്ള അകൽച്ച വർദ്ധിപ്പിച്ചിരുന്നു. ഈ സുപ്രഭാതത്തിന്റെ ചെയർമാൻ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങളാണ്. നാളെ നടക്കുന്ന പരിപാടിയുടെ അധ്യക്ഷനും ജിഫ്രി തങ്ങളാണ്. ഇതെല്ലാമാണ് ഇത്തരത്തിൽ വിട്ടുനിൽക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം. സമസ്തയുമായി അകന്നു നിൽക്കുന്ന വാഫി വഫിയ സ്ഥാപനങ്ങളുടെ പരസ്യം കഴിഞ്ഞ ദിവസം ചന്ദ്രിക ദിനപത്രത്തിൽ മുസ്ലിം ലീഗ് നൽകി മുഖപത്രത്തിൽ ഇത്തരത്തിൽ ഒരു പരസ്യം പ്രസിദ്ധീകരിച്ച് വന്നിരുന്നു. അതിൽ സമസ്തയ്ക്കും അമർഷമുണ്ടായിരുന്നു. ഏതായാലും മുസ്ലിം ലീഗ് നേതാക്കൾ വിട്ടുനിൽക്കുന്നത് ഈ പരിപാടിയുടെ നിറം കെടുത്തുമെന്നൊരു ആശങ്ക സമസ്ത നേതാക്കൾക്കുണ്ട്. ഏതായാലും ഇരു വിഭാഗങ്ങൾക്കിടയിലും ഭിന്നത കൂടുതൽ രൂക്ഷമാവുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കമ്മി സ്വാലിക, രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ലീഗിനെ കുറിച്ചുള്ളപ്പോൾ പോലും ഇനി കേരളത്തിൻ്റെ ഒരു മതേതര സ്വഭാവം നിലനിർത്തുന്നതിൽ മുസ്ലിം ലീഗിന് നിർണായകമായ ഒരു പങ്കുണ്ട് എന്ന് എല്ലാ രാഷ്ട്രീയ കക്ഷികളിലും പെട്ടവർ വിശ്വസിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. പക്ഷേ അതിനെ ആകെ ഇല്ലാതാക്കുന്ന തരത്തിലാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ വേളയിൽ ലീഗ് സുപ്രഭാതം കത്തിക്കാൻ എടുത്ത ഒരു തീരുമാനം. അത് ഒരുപക്ഷെ കേരളത്തിലെ മതേതര മനസ്സുകളെ മാത്രമല്ല, ഒരു സാംസ്കാരികമായി ചിന്തിക്കുന്ന ആൾക്കാരെ ഒക്കെ തന്നെ ആ ഒരു നടപടി അല്പം ബുദ്ധിമുട്ടിലാക്കിയിട്ടുണ്ട്. ആ ഒരു തിരിച്ചറിവ് ലീഗ് നേതൃത്വത്തിന് ഉണ്ടായോ ഇല്ലയോ എന്നുള്ളതിനെ സംബന്ധിച്ച് പിന്നീട് അവർ കാര്യമായി പ്രതികരിച്ച് കണ്ടിട്ടില്ല. ആ ഒരു കുറ്റബോധം ഉള്ളത് കൊണ്ടായിരിക്കുമോ, അതല്ല ആശയപരമായി തന്നെ ഉള്ള വലിയ ഒരു അഭിപ്രായ വ്യത്യാസം ലീഗും സമസ്തയും തമ്മിൽ തുടരുന്നു എന്നത് കൊണ്ടായിരിക്കുമോ ഈ വിട്ടുനിൽക്കാനുള്ള ഒരു തീരുമാനം? ഷമ്മി, ആശയപരമായി തന്നെ ഇരു വിഭാഗങ്ങളും തമ്മിൽ അകന്നു തുടങ്ങിയിട്ടുണ്ട്. ഇതിലെ പ്രധാനപ്പെട്ട കാരണം സമസ്തയുടെ വളർച്ചയിൽ വലിയ പങ്ക് മുസ്ലിം ലീഗിനുണ്ട് എന്ന് മുസ്ലിം ലീഗ് നേതാക്കൾ അവകാശപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ പത്രമെല്ലാം തുടങ്ങുന്നതിനെല്ലാം പണം പിരിവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഗൾഫിലെല്ലാം KMCC-യുടെയൊക്കെ നേതൃത്വത്തിലാണ് സമസ്തയുടെ പ്രവർത്തകർ ഇത്തരത്തിൽ ഫണ്ട് കണ്ടെത്തിയിരുന്നതും. അങ്ങനെ ഇരു സംഘടനകളും തമ്മിൽ വലിയ അടുപ്പമുണ്ടായിരുന്നു. പക്ഷേ എപ്പോഴും സമസ്ത വിധേയപ്പെട്ട് നിൽക്കേണ്ട ഒരു സാഹചര്യം സമസ്തയ്ക്ക് ഇത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ മുജാഹിദ് നേതാക്കളുടെ വലിയ അപ്രമാദിത്വം മുസ്ലിം ലീഗിൽ വന്നത് ആശയപരമായി സമസ്തയ്ക്ക് ഇത് ഉൾക്കൊള്ളാൻ കഴിയാത്ത സാഹചര്യമുണ്ടാക്കി. ഇതെല്ലാമാണ് ഈ അകൽച്ചയുടെ പ്രധാനപ്പെട്ട. സ്വാലിഹ്, സുപ്രഭാതത്തിന്റെ ഗൾഫ് എഡിഷന്റെ ഉദ്ഘാടനത്തിൽ നിന്ന് വിട്ടുനിൽക്കാൻ ലീഗ് തീരുമാനിച്ചിരിക്കുന്നു. ലീഗും സമസ്തയും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ തുടരുന്നു എന്ന് തന്നെയാണ് ഇത് വ്യക്തമാക്കുന്നത്.